അസ്സലാമു നമസ്കാരം. ഇന്ന് എളുപ്പത്തിൽ ഒരു ഫ്രൈ പാനിൽ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട എടുക്കാം, ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, അര ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഗ്ലാസ്സിലാണ് അളവെടുക്കുന്നത്. അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കണം. പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം ചേർക്കാൻ. മൈദ 1/4 ഗ്ലാസ്, അതേ ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് മൈദയും ബേക്കിംഗ് പൗഡറും നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. വാനില ഷുഗറും കൂടി അരിച്ചെടുക്കാം, അതല്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. ഈ അരിച്ചെടുത്ത മിക്സ് കുറേശ്ശെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ ചെറിയൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് റെഡിയാക്കി എടുക്കുന്നത് ഫ്രൈ പാനിലാണ്. ഫ്രൈ പാനിൽ ബട്ടർ തേച്ച് അതിൽ മൈദ തൂകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വാനിലയുടെ കൂട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കാം. അത് എല്ലാ വശത്തും സ്പ്രെഡ് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് കൊക്കോ പൗഡറിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ ഡിസൈൻ വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ ഇതിൽ വരച്ചു കൊടുക്കാം. ഇത് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. 15 മിനിറ്റ് മതി ഇത് ഫ്രൈ പാനിൽ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാൻ. നല്ല സോഫ്റ്റാണ്. ഇതിനകത്ത് ഓയിലും ഒന്നും ചേരുന്നില്ല, ഓയിലും ബട്ടറും ഒന്നും ചേരുന്നില്ല. ഇതിൽ ഫ്ലവർ പോലെ ഒരു ചെറിയ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചു കൊടുക്കണം, ഒന്ന് മൊരിയിച്ചെടുക്കാം. തിരിച്ചൊരു 2 മിനിറ്റ് വെച്ചാൽ മതി. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.